Hi everyone, welcome back to a new video. Interest on debenture, the topic that I'm going to discuss in this video. So let's get into the topic, that is what is interest on debenture. On every securities, the company has to pay certain sum of return to the security holder. That is in the case of equity share, dividend, and on preference share is also dividend. But in case of securities like debenture, the company has to pay a fixed sum of interest to the debenture holders, that is a security holder. അതായത് എല്ലാ സെക്യൂരിറ്റീസും, അത് ഇക്വിറ്റി ഷെയർ ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഇനി ഡിബഞ്ചർ ബോണ്ട് റേറ്റ് ആണെങ്കിൽ ഏത് സെക്യൂരിറ്റീസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ ആരാണ് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്തിട്ടുള്ള ആളുകൾ, ദാറ്റ് മീൻസ് ആരാണ് ഇൻവെസ്റ്റേഴ്സ്, ക്യാപിറ്റൽ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യണം, ഇയർലി ഓർ ഹാഫ് ഇയർലി എന്ത് ചെയ്യേണ്ടി വരും, ദേ ഹാവ് ടു ബി പെയ്ഡ് ബൈ എ ഫിക്സഡ് സം ഫോർ എ സം ആസ് പെർ ദി പ്രീ ഡിറ്റർമിൻഡ് റൂൾ. എന്ത് ചെയ്യേണ്ടി വരും, മുൻപ് തീരുമാനിച്ച പ്രകാരം ഒരു ഫിക്സഡ് സമോ അല്ലെങ്കിൽ മുൻപ് തീരുമാനിച്ച റേറ്റ് പ്രകാരമുള്ള റിട്ടേൺ ആർക്ക് കൊടുക്കേണ്ടി വരും, നമ്മുടെ സെക്യൂരിറ്റി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. സോ ഇൻ ദി കേസ് ഓഫ് ഡിബഞ്ചറിന്റെ കേസിൽ നമ്മൾ ലോൺ എടുക്കുന്ന പോലെ നമുക്കറിയാം ഡിബഞ്ചർ ഇസ് എ ബോറോഡ് ക്യാപിറ്റൽ അല്ലെ, നമ്മൾ ക്യാപിറ്റൽ കടം വാങ്ങുന്നതാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്. സോ ഈ ഒരു ഡിബഞ്ചറിന് മുകളിൽ കമ്പനിക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ കമ്പനി കൊടുക്കേണ്ടതായിട്ടുള്ള റേറ്റ് ഓഫ് സം ഈസ് കോൾഡ് ഇൻട്രസ്റ്റ്. സോ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണോ ഓരോ ഡിബഞ്ചർ ഹോൾഡറുടെയും കൈവശമുള്ളത്, ആ ഡിബഞ്ചറിന് മുകളിൽ കമ്പനി മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഫിക്സഡ് സം അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. ആ ഡിവിഡൻഡ് കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, മുൻപ് തീരുമാനിച്ച പ്രകാരം എല്ലാ വർഷവും അല്ലെങ്കിൽ ഹാഫ് ഇയർലി എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. സോ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ദേ മസ്റ്റ് പേ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഫിക്സഡ് സം കൊടുത്തേ മതിയാകും. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ മീൻസ് a fixed rate of interest to the debenture holders on the securities held by them. അപ്പോൾ ഓരോ ഡിബഞ്ചർ ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ എണ്ണം എത്രയാണോ അത്രയും സെക്യൂരിറ്റീസിന് മുകളിൽ കമ്പനി മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ സെക്യൂരിറ്റി അഥവാ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ എന്തായിരിക്കും, അറ്റ് വൺസ് ഇൻ ഇയർ ആയിരിക്കും അല്ലെങ്കിൽ ട്വൈസ് ഇൻ ഇയർ ആയിരിക്കും. അതായത് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ മറ്റൊരു കേസ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇൻകം ടാക്സ്. അതായത് നമ്മൾ ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുൻപ് കമ്പനി ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. at a rate of 10% or 20%. 10% എന്ന് വെച്ചാൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്, ആ 20% ആണ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അതായത് ഇവിടെ ഡിബഞ്ചർ ആണ് നമ്മുടെ സെക്യൂരിറ്റീസോ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിബഞ്ചറിന്റെ മുകളിലാണെങ്കിൽ, ലിസ്റ്റ് ചെയ്ത ഡിബഞ്ചർ ആണെങ്കിൽ അതിന് മുകളിൽ 10% നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ആൻഡ് അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ 20% ടാക്സ് കൊടുക്കേണ്ടി വരും. സോ നമുക്കത് കേസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഒരു ടാക്സ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻകം ടാക്സ് നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ളത്. സോ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇത് സാധാരണ കൊടുക്കുന്നത് ഇയർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും. ആൻഡ് ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഡിബഞ്ചറിന്റെ മുകളിൽ കമ്പനി ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് റേറ്റ് എന്ന് വെച്ചാൽ 10% ലിസ്റ്റഡും 20% അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ആണ്. പിന്നെ പറയുന്നത് ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിന്റെ മുകളിലാണ് ഈ ഒരു റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസിൽ കറണ്ട് അസറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻകം ടാക്സ് കാണിക്കേണ്ടത്. The next accounting treatments are, that means journal entries related with the interest on debenture and income tax payable. So now first entry related with the interest amount due. When interest due, interest due ആണെങ്കിൽ ഉള്ള journal entry ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ interest on debenture account debtor to debenture holders to income tax payable. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെന്ന് ആദ്യം കാണിക്കണം. സോ ഇൻട്രസ്റ്റ് ഡ്യൂ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാണ് കൊടുക്കാനുള്ളത്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അങ്ങനെ അത് മാത്രമല്ല കമ്പനി കൊടുക്കാനുള്ളത് ഏത് കൂടി ഉണ്ട്, ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് കമ്പനിക്ക് ഏത് കൂടി കൊടുത്തു തീർക്കാനുണ്ട്, ഇൻകം ടാക്സ് കൂടി കൊടുക്കാനുണ്ട്. സോ അത് കൂടി ഒരു ജനറേറ്ററിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ദെൻ ടു ഇൻകം ടാക്സ് പേയബിൾ. The next entry when interest paid. ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഏതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും, ബാങ്കിന് അല്ലെ. ക്യാഷ് കയ്യിൽ പോകുകയാണെങ്കിൽ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ആർക്കാണ് നമ്മൾ ഈ ക്യാഷ് കൊടുക്കുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് ആർക്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് ആണ് നെക്സ്റ്റ് എൻട്രി when the payment is happen. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എഴുതേണ്ട ജനറൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. നെക്സ്റ്റ് ഫോർ ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്, നമ്മൾ എമൗണ്ട് ക്യാഷ് കൊടുക്കാനല്ലേ. സോ ഈ ഒരു ക്യാഷ് നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്, ദാറ്റ് മീൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നിന്നാണ്.
സോ കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഏത് കൊടുക്കണം ഇൻട്രസ്റ്റ് കൊടുക്കണം. ആൻഡ് ഈ എമൗണ്ട് കമ്പനി എടുക്കേണ്ടത് കമ്പനിയുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചാൽ അത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. സോ നമ്മൾ അത് കാണിക്കാനാണ് എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ക്യാഷ് എടുക്കുന്നത് കാണിക്കാൻ ഒരു ജേണൽ എൻട്രി, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. അങ്ങനെ ഫൈനലി നമ്മൾ ഏത് കൊടുത്തിട്ടില്ല ആദ്യം നമ്മൾ ഡ്യൂ അഥവാ ഇൻട്രസ്റ്റ് ഡ്യൂ ടാക്സ് ഡ്യൂ കാണിച്ച് ഇത് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കാണിച്ചത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എവിടെ നിന്നാണ് നമ്മൾ ആ എമൗണ്ട് കണ്ടെത്തുന്നത്. ഫൈനലി ഏത് കൂടി കൊടുക്കണം ഇൻകം ടാക്സ് പേ ചെയ്യണം അല്ലെ. സോ ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ടു ബാങ്ക്. സോ ഇത്രയാണ് 4 പ്രധാനപ്പെട്ട ജേണൽ എൻട്രീസ് റിലേറ്റഡ് വിത്ത് ദി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് ഈ ഒരു ജേണൽ എൻട്രീസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2010% ഡിബഞ്ചേഴ്സ്. 2000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% ഓഫ് ₹100 100 രൂപ വാല്യൂ ഉള്ള 2000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് പെർസെന്റേജ് ഈസ് 10% ഓൺ 1st January 2019. 1/1/2019 ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അത് 10% ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് വന്നാൽ എന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ആൻഡ് റെഡീമബിൾ അറ്റ് 10% പ്രീമിയം അല്ലെ. അറ്റ് 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കമ്പനിക്ക് അതൊരു ലോസ് ആണ്. സോ വി ഹാവ് ടു ബി ഡെബിറ്റഡ് അല്ലെ. നമുക്കത് ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം 10%. ആൻഡ് ആൾസോ ദേർ ഈസ് റിഡംഷൻ അറ്റ് 10% പ്രീമിയം. റിഡംഷൻ സമയത്ത് 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ അത് റിഡീം ചെയ്യുന്ന സമയത്ത് അഥവാ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 110 രൂപ, ദാറ്റ് മീൻസ് 10% പ്രീമിയത്തിലാണ് കൊടുക്കുന്നില്ല. സോ അവിടെയും കമ്പനിക്ക് എന്തുണ്ട് 10% അഥവാ 10 rupees ലോസ് വരുന്നുണ്ട്. സോ ഒരു സിംഗിൾ എൻട്രിയിൽ 2 ലോസസ് വരുന്നുണ്ട്. ഒരെണ്ണം എന്ത് നമ്മുടെ ഡിസ്കൗണ്ട്, മറ്റൊരെണ്ണം ലോസ് ഓൺ ഇഷ്യൂ. സോ വന്നാൽ എന്ത് ജേണൽ എൻട്രി ആണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ബിക്കോസ് ഇത് എന്താണ് കണ്ടീഷൻസ് ഓൺ റിഡംഷൻ ആണ്. പിന്നെ പറയുന്നത് ഗിവ് ജേണൽ എൻട്രീസ് ഓൺ ഇഷ്യൂ. സോ നമ്മുടെ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതണം. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നമ്മുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ജേണൽ എൻട്രി എഴുതണം ഫോർ ദി പീരിയഡ് എൻഡിങ് 31st December 2019. 2019 വർഷം അവസാനിക്കുന്നത് എന്ന് മീൻസ് 31st December 2019 വർഷം അവസാനിക്കുന്നത് എങ്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും നമ്മുടെ 1st January 2019 ആയിരിക്കും. അപ്പൊ അത് അസംഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മളോട് പറഞ്ഞ ജേണൽ എൻട്രീസ് എഴുതാൻ പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ അസ്യൂമിങ് ദാറ്റ് ഇൻട്രസ്റ്റ് വാസ് പെയ്ഡ് ഹാഫ് ഇയർലി. ഇൻട്രസ്റ്റ് വൺസ് ഇൻ ഇയർ അല്ല ട്വൈസ് ഇൻ ഇയർ ആണ്. ദാറ്റ് മീൻസ് ഹാഫ് ഇയർലി ആണ് കൊടുക്കുന്നത്. സോ ഇയർ ബിഗിനിങ് 1st January 2019 ആൻഡ് 31st December 2019. സോ രണ്ട് ഹാഫ് ഇയർലി ആകുമ്പോൾ പകുതി അഥവാ 30th June 30 ആദ്യ പകുതി ആൻഡ് 31st December ആണ് രണ്ടാമത്തെ പകുതി. സോ ഈ ഒരു 10% ഡിബഞ്ചർ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്കുള്ളത് മനസ്സിലാക്കാം. ഒരു വർഷത്തേക്കുള്ള 10% ആണെങ്കിൽ 6 മാസത്തേക്ക് അത് എത്ര ആയിരിക്കും 5% ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് 10% കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി 6 മാസത്തേക്കുള്ളത് 6/12 കണ്ടെത്തിയാൽ മതി. സോ എന്ത് ചെയ്യാം 2 തവണയായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് 10%. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് ഏത് കൊടുക്കാനുണ്ട് ടാക്സ് പേ ചെയ്യാനുണ്ട്. അത് 10% ആണ്. സോ ഇത് എന്തായിരിക്കും ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആയിരിക്കും. സോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് 10%, അൺലിസ്റ്റഡ് ആണെങ്കിൽ 20% ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം നമുക്ക് ജേണൽ എൻട്രീസ് എഴുതി നോക്കാം. സോ നെക്സ്റ്റ് ജേണൽ എൻട്രീസ് എഴുതാം. ജേണൽ എൻട്രി എഴുതുമ്പോൾ ജനറൽ ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാക്ട് ഫോർമാറ്റ് ഡേറ്റ് LF ഡെബിറ്റ് ക്രെഡിറ്റ് ഉള്ള ഫോർമാറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന്റെ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം കാണിക്കേണ്ടത് ഏത് ജേണലാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. സോ അത് ചെയ്യുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ് 1st January 2019 അല്ലെ. ഒരേ ജേണൽ എൻട്രിയിൽ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആൻഡ് ആൾസോ ദർ ഈസ് പ്രീമിയം ഓൺ റിഡംഷൻ. സോ ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. പിന്നീട് എന്തുണ്ട് ഈ ഒരു കേസിൽ നമുക്ക് ലോസ് ഉണ്ട് അല്ലേ. സോ ലോസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ടിലാണ് ആൻഡ് ആൾസോ റിഡംഷൻ ഈസ് അറ്റ് പ്രീമിയം. സോ 2 ലോസ് വരുന്നത് ലോസ് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ. പിന്നീട് എന്താണ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ ഏത് ഡിബഞ്ചർ ആണ് 10% ഇൻട്രസ്റ്റ് വരുന്ന ഡിബഞ്ചർ ആണ്. സോ അതുവാണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് ടു പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം ഓൺ റിഡംഷൻ. സോ ഇതാണ് ഫസ്റ്റ് എൻട്രി അല്ലെ. ഇനി എത്ര ഡിബഞ്ചർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 2000 ഡിബഞ്ചർ ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ പ്രൈസ് എത്രയാണ് 10% ഡിസ്കൗണ്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി ₹90 അല്ലെ. 100ന് 10% പോയാൽ ബാക്കി 90 ആയിരിക്കും. അങ്ങനെ എമൗണ്ട് എത്ര ആയിരിക്കും 1,80,000. അതാണ് നമുക്ക് കമ്പനിക്ക് ആകെ കിട്ടുന്ന എമൗണ്ട്. പിന്നീട് എന്തൊക്കെയുണ്ട് 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഡിസ്കൗണ്ട് കമ്പനിക്ക് ഒരു ലോസ് ആണ്. അത് at ₹10.
ആൻഡ് ഏത് കൂടിയുണ്ട് ഈ 2000 ഡിബഞ്ചർ കമ്പനി റിഡീം ചെയ്യുന്നത് എന്തിനാണ് 10% പ്രീമിയത്തിലാണ്. സോ ആൾസോ ദർ ഈസ് ലോസ് ദാറ്റ് ഈസ് 10 rupees പ്രീമിയം ഉണ്ട്. സോ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 10 into 2000 and 10 into 2000 is equal to 40,000. സോ ഇതാണ് എന്ത് നെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് അറ്റ് ദി ടൈം ഓഫ് റിഡംഷൻ. രണ്ട് ലോസസ് വരുന്നത് ടോട്ടൽ 40,000. നെക്സ്റ്റ് ഡിബഞ്ചറിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണ് 2000 into 100 അല്ലെ. ദാറ്റ് ഈസ് നെറ്റ് ടോട്ടൽ എമൗണ്ട് ഈസ് 2 lakh ആണ്. അതിൽ 20,000 എന്തായി പോയിട്ടുണ്ട്, ഡിസ്കൗണ്ട് ആയി പോയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഏത് കൂടെ ഉണ്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ട്. റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം എത്രയാണ് at ₹10. സോ എമൗണ്ട് 20,000. സോ ഇതാണ് എന്ത് ഫസ്റ്റ് ജേർണൽ എൻട്രി ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. നരേഷൻ ചെയ്ത ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. സോ ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ജേർണൽ എൻട്രി എഴുതാനാണ് അല്ലേ. ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഒരൊറ്റ പേയ്മെന്റ് അല്ല, ഡബിൾ പേയ്മെന്റ് ആണ്, അഥവാ ഹാഫ് ഇയർലി ആണല്ലേ. സോ ആദ്യത്തെ പേയ്മെന്റ് വരുന്നത് ഇഷ്യൂ ചെയ്യുന്നത് 1 January ആണ്. സോ ഫസ്റ്റ് ഹാഫ് മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പകുതി വരുന്നത് എവിടെയാണ് 30th June ആണ്. സോ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് 30th June, അതായത് 2019. ആദ്യം കാണിക്കല് നേരിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതല്ല, അതിന് മുൻപ് എന്ത് കാണിക്കണം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന കാണിക്കണം അല്ലെ. സോ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ആർക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് എന്ത് ടു ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് പേയബിൾ. സോ ഇതാണ് നമ്മുടെ ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് 10% ഇൻട്രസ്റ്റ് ആണല്ലേ. 10% ഇൻട്രസ്റ്റ് ഏതിന്റെ മുകളിലായിരിക്കും, എത്രയാണോ നമ്മുടെ ടോട്ടൽ ഡിബഞ്ചർ വാല്യൂ, അഥവാ 2000 ഡിബഞ്ചേഴ്സ് ആണ് കമ്പനി എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് at ₹100. ഇവിടെ നമ്മൾ 90 rupees അല്ല പരിഗണിക്കേണ്ടത്, എന്താണ് ഡിബഞ്ചറിന്റെ ടോട്ടൽ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ, ഫേസ് വാല്യൂ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ ഡിബഞ്ചർ വാല്യൂ വരുന്നത് എത്ര ആയിരിക്കും 2 lakh അല്ലെ. 2 lakh ആണ് ഡിബഞ്ചറിന്റെ ടോട്ടൽ വാല്യൂ. നമ്മളോട് പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് എത്രയാണ് 10% അല്ലെ. ഇനി ഇതെന്താണ് ഒരു വർഷത്തേക്കുള്ളതാണ് ഈ ഒരു 10%. ഈ 10% മുഴുവൻ നമുക്ക് കാണിക്കാൻ കഴിയില്ല, ബിക്കോസ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ട്വൈസ് ഇൻ എ ഇയർ ആണില്ലേ. സോ പകുതി എമൗണ്ട് മാത്രമേ ഈ സമയത്ത് കാണിക്കാൻ പാടുള്ളൂ, ബാക്കി പകുതി എവിടേക്കാണ് ഡിസംബറിലാണ് കൊടുക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം 10 divided by 100 into 6/12, അതായത് 12 മാസത്തിൽ 6 മാസത്തേക്കുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് 5% കാണിച്ചാലും മതി. സോ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈസി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കാണിക്കാം. സോ ടോട്ടൽ എമൗണ്ട് 20,000 ആണ്, അതിന്റെ പകുതി എത്ര 10,000. സോ 10,000 ആണ് ഹാഫ് ഇയർലിയിലേക്കുള്ള ആദ്യത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ദെൻ ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടാക്സ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം ഗവൺമെന്റിനുള്ള ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഈ കമ്പനി ടാക്സ് കൊടുക്കുന്നത് ഏതിന്റെ മുകളിലാണ്, പ്രോഫിറ്റിന്റെ മുകളിൽ. നമുക്കറിയാം ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് കമ്പനി ഈടാക്കുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്നുണ്ടല്ലേ. ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മീൻസ് പ്രോഫിറ്റ് ആണ് ഈ കമ്പനി ടാക്സ് ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ ആ പ്രോഫിറ്റിന്റെ മുകളിൽ എന്ത് ചെയ്യണം നമ്മൾ ടാക്സ് എമൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണം. സോ ടോട്ടൽ എമൗണ്ട് വരുന്നത് 10,000 ആണ് ഹാഫ് മന്ത് നമ്മൾ ഹാഫ് ഇയർലി വരുന്നത്. സോ അതിന് എന്ത് ചെയ്യണം നമ്മൾ ഡിബഞ്ചർ ഹോൾഡർക്കുള്ള ക്യാഷ് കൊടുക്കുന്നതിന് മുൻപ് ഏത് കൊടുക്കണം ഗവൺമെന്റിനുള്ള ടാക്സ് കൊടുക്കണം. സോ ടോട്ടൽ എമൗണ്ട് 10,000 ആണ്, നമ്മൾ ടാക്സ് എമൗണ്ട് എത്ര പറയുന്നത് 10%. സോ 10,000 10% എത്രയാണ് 1000 അല്ലെ. ബാക്കി എമൗണ്ട് മാത്രമേ നമ്മൾ ആർക്ക് കൊടുക്കുള്ളൂ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ദാറ്റ് മീൻസ് 9,000. സോ ടോട്ടൽ എമൗണ്ട് എത്രയായി 1,000. നെക്സ്റ്റ് എന്ത് ചെയ്യണം, സോ ഇൻട്രസ്റ്റ് ഡ്യൂ നരേഷൻ എഴുതാം ഇൻട്രസ്റ്റ് ഡ്യൂ. ഇത് ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ആണ്. ഇനി എന്ത് ചെയ്യണം ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും സെയിം ഡേറ്റ് തന്നെയാണ് 30th June 2019. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എന്താ ജേർണൽ എൻട്രി ആർക്കാണ് കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡർ അല്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് ക്യാഷ് കൊടുക്കുന്നത്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങനെ ബാങ്ക് ക്യാഷ് നമുക്ക് കൊടുക്കുന്നത്. സോ എമൗണ്ട് എത്ര കൊടുക്കുന്നത് ടോട്ടൽ 9,000 അല്ലേ. ടോട്ടൽ 10,000 ഉണ്ട്, അതിൽ 1,000 എന്താണ് ടാക്സ് ആണ്, അത് നമ്മൾ ഇവിടെ കാണിക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്യുന്നതാണ്. ടാക്സ് പേ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ് ഹാഫ് ഇയർലി അല്ല, അത് നമ്മൾ എപ്പോഴും കൊടുക്കുക അറ്റ് ദി എൻഡ് ഓഫ് ഇയർ, വർഷം അവസാനിക്കുമ്പോൾ മാത്രമേ ടാക്സ് കൊടുക്കുള്ളൂ. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷം അവസാനം ഇനി കൊടുക്കാനുള്ള ടാക്സ് കൂടി കൂട്ടിയിട്ട് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പേ ചെയ്യാം. സോ നെക്സ്റ്റ് എൻട്രി ഏതായിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് പെയ്ഡ്. സോ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രിയാണ് ഇത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് ₹9,000. നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് 2 തവണയായിട്ടാണ് കൊടുക്കുന്നത്, ഒന്ന് ജൂണിലും മറ്റൊന്ന് ഡിസംബറിലും.
വേറെ ജേണൽ എൻട്രീസ് നമുക്ക് എഴുതാനില്ല. ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയും ഇൻട്രസ്റ്റിന്റെ ജേണൽ എൻട്രീസ് മാത്രമേ എഴുതാനുള്ളൂ. സോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയും ആദ്യത്തെ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് ജേണൽ എൻട്രി എഴുതി. ഇനി എന്താണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? 31st ഡിസംബർ. സോ ഡേറ്റ് 31st ഡിസംബർ സെയിം ഇയർ 19 അല്ലെ. ആദ്യം ഏത് ജേണൽ എൻട്രി എഴുതണം? ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഏതൊക്കെ? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഏത്? ടു അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സ് കൊടുക്കണം. ഇവിടെ നമുക്ക് എമൗണ്ട് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അല്ലെ. ടോട്ടൽ 20,000 ഇൻട്രസ്റ്റ് ഉണ്ട്. അഥവാ 2 lakhന് മുകളിൽ എത്ര പെർസെന്റേജ്? 10%. 20,000 അതിൽ 10,000 നമ്മൾ എന്ത് ചെയ്തു? ആദ്യ പകുതിയിൽ കാണിച്ചു. സോ സെക്കൻഡ് ഹാഫിൽ ഏത്? സെയിം എമൗണ്ട് 10,000 അല്ലെ. ഈ 10,000 ഏത് കൊടുക്കണം? ഗവൺമെന്റിനുള്ള ടാക്സ് കൊടുക്കണം. സോ 1,000 ടാക്സ് ആൻഡ് 9,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ളത്. സോ ഇൻട്രസ്റ്റ് ഡ്യൂ നരേഷൻ. ഇൻട്രസ്റ്റ് ഡ്യൂ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം അല്ലെ. ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? 9,000. ബാക്കി 1,000 ടാക്സ് ആണ്. സോ നമുക്ക് സെപ്പറേറ്റ് കാണിക്കും. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇനി കൂടെ ഉണ്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് ജേണൽ എൻട്രീസ് കാണിക്കാം. സോ നെക്സ്റ്റ് ടാക്സ് അടക്കുന്നത്. ടാക്സ് അടക്കുമ്പോൾ ജേണൽ എൻട്രി ഇയർ ഡേറ്റ് സെയിം ആണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇയർ ആണ്. ജേണൽ എൻട്രി എന്താണ്? ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. രണ്ട് തവണയായിട്ട് നമ്മൾ 1000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റി വെച്ചിട്ടുണ്ടല്ലേ ടാക്സ് ആയിട്ട്. ആദ്യ പകുതിയിൽ ₹1000, സെക്കൻഡ് ഹാഫിൽ 1000. സോ ടോട്ടലി 20,000 ആണ് നമ്മൾ ഗവൺമെന്റിന്റെ ടാക്സ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ 2 തവണയായിട്ടാണ് കൊടുത്തത്. സോ 1,000. നരേഷൻ ഇതാ ഇൻകം ടാക്സ് പെയ്ഡ്. ഫൈനലി ഏത് ജേണൽ കൂടെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ഏത്? ഇൻട്രസ്റ്റ് ആണോ എടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. സോ എത്ര എമൗണ്ട് നമ്മൾ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്? 10,000 പ്ലസ് 10,000. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏത് കൂടി ഉണ്ട്? ആക്ച്വലി ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? 10,000 ആണല്ലേ. ആ 10,000 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1,000 ടാക്സിന് വേണ്ടി മാറ്റി വെക്കുന്നത്. സോ ടോട്ടൽ എമൗണ്ട് എത്ര തന്നെയാണ്? ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10,000 ആണ്. സോ ഈ ഒരു കേസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട്? ഇനിയിപ്പോ ഇൻട്രസ്റ്റിന്റെ കേസ് മാത്രം നോക്കണം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ടാക്സും കൂടി ഉണ്ട് അല്ലെ. ഇനിയിപ്പോ നമ്മൾ 9,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റിന്. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? പ്രോഫിറ്റ് ലോസ് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടാക്സ് കൊടുക്കുന്നതും ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണല്ലേ. സോ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻട്രസ്റ്റ് 9,000, ടാക്സിലേക്ക് പോയ 1,000. ടോട്ടൽ എത്രയാണ്? 10,000. അങ്ങനെ 2 തവണയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സും ഇൻട്രസ്റ്റും ഗവൺമെന്റ് കമ്പനി പേ ചെയ്യുന്നത്. സോ ടോട്ടൽ എമൗണ്ട് 20,000 ആണ്. സോ എമൗണ്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? 20,000 എഴുതാം. ഏത് മാത്രം കാണിക്കാൻ പാടില്ല? നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 9,000, 18,000 മാത്രം കാണിക്കാൻ പാടില്ല. ഏത് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം? ബിക്കോസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ഏത് കൂടി കൊടുത്തിട്ടുണ്ട്? ഇൻകം ടാക്സിലേക്ക് കൂടി ക്യാഷ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് ഈസ് 20,000. നരേഷൻ എഴുതേണ്ടി വരുന്നത് എമൗണ്ട് ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആയിട്ട് ചെയ്യാനുള്ളത്. സോ മനസ്സിലാക്കുക, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും, പക്ഷെ സിമ്പിൾ ആണ്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അത് ഹാഫ് ഇയർലി ആണ് കൊടുക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് എന്ത് ചെയ്യുക? സൊല്യൂഷൻ കണ്ടെത്തുക. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.